അപ്പം നമ്മുടെ ഓണപ്പരിപാടി അല്ലേ, നമ്മുടെ ചെറിയ കൂട്ടുകാരും വീട്ടുകാരും മാത്രമായിട്ടുള്ള ഒരു ഓണപ്പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും വിളിച്ച സമയത്ത് ആരും വരുന്നു, എല്ലാരും മുങ്ങി. അപ്പം മുങ്ങിയവരൊന്നും വേണ്ട, നമുക്ക് മുങ്ങാത്തവരുമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഓണപ്പരിപാടി തുടങ്ങുവാണ്. ആദ്യമായി ട്രെൻഡിങ് മത്സരം. ഈ സാധനമാണ്, അതായത് ഈ സാധനമാണ് ആദ്യം മത്സരിക്കാൻ പോകുന്നത്. അതറിയാമല്ലോ, അതായത് കണ്ണ് കെട്ടിയിട്ട് നമ്മള് കപ്പ് ഇങ്ങനെ വെക്കും. കപ്പ് ഇങ്ങനെ വെച്ചിട്ട് കപ്പയിൽ ഇങ്ങനെ ചവിട്ടാതെ നമ്മള് അങ്ങേറ്റം വരെ നടക്കണം. അതാ കേട്ടോ. അപ്പൊ നമ്മൾ അത് തുടങ്ങാൻ പോവാ. അപ്പൊ ആദ്യമായിട്ട് ശ്രീകുട്ടനാണ്. ഓക്കെ, അമ്മ മാറമ്മേ നേരെ. ഓക്കെ, മൂന്നാമത്തെ കപ്പ ഇനി അമ്മ വാ. പിന്നെ ആര് പറഞ്ഞു കണ്ണില്ല അതുകൊണ്ട് കെട്ടുന്നില്ലെന്ന് പറയാം. എന്ത് ഒരു ഉണ്ട്. ഇതെത്ര 5 നന്ദു ഒറ്റ തവണ ഇറങ്ങ്. ഒറ്റ മതി. എന്തോ നേരെ പോട്ടെ നേരെ പോ. കണ്ടുപിടിച്ചു ഇപ്പോഴോ എന്തോ അളവൊക്കെ വെച്ചിട്ടുണ്ടോ? എടാ കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ എന്താ നടന്നോ? ജസ്റ്റ് മിസ്. ഇവിടെ മേലെ വന്ന് നടന്ന് സ്വന്തമായിട്ട് കണ്ണു കെട്ടുന്നു. കള്ളക്കളി ഫൗൾ. കറക്കിട്. ഗുഡ് ഐഡിയ. കീപ് ഗോയിങ്. കറക്കി വിട്ടോ. സെറ്റി. നടന്നോ? കയ്യടിയടാ. പോട്ടെ ഇവരൊക്കെ നടക്കുന്നത്. നീ എന്തിനാ പോയതക്കോട്ട്? ഇപ്പൊ കറക്റ്റ് ഇപ്പൊ നേരം നേരോ
ആ ഇവര് കാണാ ആ അപ്പൊ വന്നോ കാല് ആ ഔട്ട് ആര് പറഞ്ഞു ഔട്ടിയിരുന്നു നേരെയാ നേരെയാ അല്ല തിരി ഇങ്ങോട്ട് തിരി തിരി ആ അല്ല പോട്ടെ അങ്ങോട്ടല്ല ആ ശരി പോയി മുഖം ഇടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല ആ ആ കറക്റ്റ് അതൊന്നും പറ്റത്തില്ല ഇവിടെ അടുത്ത നമ്മൾ ബിസ്ക്കറ്റിന്റെ മത്സരത്തിൽ ശൈലി ജയിക്കുവോ? അപ്പൊ ഓക്കെ നിന്നോ ബിസ്ക്കറ്റിന്റെ മത്സരമാണ് അടുത്ത. കൈ പറയ കെട്ടണം. ആ ഇങ്ങനെ ആ ബിസ്ക്കറ്റിന്റെ മത്സരം തുടങ്ങാൻ പോവാണ്. ആക്ഷൻ. ആ ഇവൻ ജയിച്ച് ചെയ്തു. ആ അവനും ജയിച്ചു. ആ ഒന്ന് ചെയ്തേ ആ കുലിക്കണ്ട ആ ആ ചെയ് ഇല്ല കുലിക്കണ്ട ആ ഇത് ഇത്ര ഉള്ളോടാ ഹൈറ്റ്. ആ താന്ന് ആ ഓക്കെ ആ വാ ചാട്. ഓ പിന്നെ എന്തോത്തിന് കൊള്ളാം. അതിവാശിയേറിയ മത്സരമാണ് നമ്മളിവിടെ. കൈ പറയട്ടെ ആലപ്പാളി കളിക്കല്ലേ ചുമ്മാ വേറെ അലമ്പ് കാണിക്കല്ലേ. അമ്മ അച്ഛനെ നോക്കുന്നത് അമ്മ വിക്കറ്റ് നോക്കി. പരീക്ഷയ്ക്കും ജയിക്കത്തില്ല, കളിക്കാനും അറിയത്തില്ല. ചാടിക്കളി. കിട്ടിയില്ല. കടിച്ചെടുക്കണം. രംഗുമാമി വന്ന് നൂലഴിച്ച് കടിക്കുന്നത് കിട്ടിയത്.
ആ അമ്മയും മോളുടെ വാശിയേറിയ ബിസ്ക്കറ്റ് കടി മത്സരം. പിടിക്കണം. പാറുവേ വിട്ടുകൊടുക്കരുത്. എളുപ്പം എളുപ്പം. മോണ പിള്ളേരെ കയ്യടിയടാ. വാശിയേറിയ ബിസ്ക്കറ്റ് കടി മത്സരം ആര് ജയിക്കും? അമ്മയും മോളും പാറു രംഗു. പാറുവൊക്കെ ആരടി? പാറുവിന്റെ അവിടെ ഇത് ബിസ്ക്കറ്റിന് മേളിലാ കിടക്കുന്നത്. എന്താ കാണിക്കൂ ശ്രീ ഉണ്ണിക്കുട്ടൻ? ചാടി ചാടി. പാറു അമ്മയെടുക്കെ പൊടി. അതാകുമ്പോ താഴെ നിക്കുവടി. നീ തോണ്ടടി. പാറു ചാടടി. പിള്ളേരെ നിങ്ങളൊന്ന് കൈ അടിച്ചു. കമോൺ കമോൺ. രംഗു പിടിയടി. നടക്കുന്ന ലക്ഷണം ഒന്നും ദൈവമേ. പാറു ചാടടി. ചാട് ചാട്. ഇച്ചിരി അടിച്ചാലേ നിർത്തണം. ഇപ്പൊ ചാടാ. ഒത്തിരി പൊക്കവാ അത്. രംഗൂനൊന്നും പൊക്കമില്ല. കൈവിട്. അത് വേണ്ട. ഇനി അടുത്തത് നമ്മുടെ മുഖത്ത് ബിസ്ക്കറ്റ് വെച്ചുള്ള മത്സരമാണ് ഗായ്സ്. അപ്പൊ ആക്ഷൻ. റെഡി 1 2 3 സ്റ്റാർട്ട്. Come on. Come on. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ ആടി കളിക്കുമ്പോഴേ മൂക്കെ തട്ടിയിരിക്കുക. Restart. രാധ ഔട്ട്. രാധ ഔട്ട്. രാധ അമ്മ ആരൊക്കെ ഔട്ട്? 2. അപ്പൊ ഒരു കസേര മാറ്റി വാ. അപ്പം ഓളെ തുടങ്ങിയോ? അപ്പൊ അമ്മ ആരാ? ബാവ ഔട്ട്. നീ അടുത്ത് നാത്തൂനും തമ്മിലുള്ള കളി. വയ്യ 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 വയ്യ. നാളെ VSMലേക്ക് ഒരു ബെഡ് ബുക്ക് ഇടും. വാശിയേറിയ സെമി ഫൈനൽ പോരാട്ടം. നാത്തൂന്റെ മോളും. കമ്മോൺ. ഓക്കെ തുടങ്ങുന്ന. ഇത് നാത്തൂനെ തോപ്പിച്ചുകൊണ്ട് നാത്തൂൻ. പാറുവായിട്ടുള്ള പാറുവിനെ ഇടിച്ച് ചതച്ചേരെ. അപ്പച്ചി മോളും കൂടെ ഉള്ള മത്സരമാണ് നടക്കുന്നത്. തല ഇറങ്ങി. തല ഇറങ്ങി. ജയിച്ചതായിട്ട് അങ്ങ് ഉറപ്പിച്ച്. ജയിച്ചു കേട്ടോ. ഫയൽമാൻ ജയിച്ചു. ഈ പ്രായമായ കളവയേക്കാ ബുദ്ധിമുട്ട്.
പാറുവിനെ ഓടിപ്പിരി ഞാൻ ഒന്നുകൂടെ ഓടാം ആ മത്സരവാ ആര് ജയിക്കുന്നതെന്ന് അറിയാം വാശി കയറും എല്ലാരും പാടാ വട്ടത്തിക്കടാ വട്ടത്തിക്കടാ സാമോ വീണാലും പിടിച്ചോണം ആ ശരി തിരിഞ്ഞിറങ്ങി വാശിയേറിയ മത്സരം തല കറങ്ങിയാലും ഞാൻ ജയിക്കുമെന്നാണ് ശൈലജ പറയുന്നത് തല കറങ്ങിയാലും ഞാൻ ജയിക്കുമെന്നാണ് പറയുന്നത് അയ്യേ തോറ്റ് വാശി സമ്മാനമുണ്ട് എല്ലാവർക്കും സമ്മാനമുണ്ട് കസേര കളിയിൽ 1ാം സ്ഥാനം നടത്തിയ പാറുവിന് സമ്മാനം ആരാധ്യ പാറു ആരാധ്യ സന്തോഷിന് നമ്മൾ ഒരു ട്രോഫി കൈമാറുന്നു ഓവറോൾ ആയതുകൊണ്ട് തിരിച്ചു മേടിക്കുന്നു വേറെ പരിപാടി ഉണ്ട് അതെ കൊടുക്കണം എവറോൾ ട്രോഫി ശൈലജ ഞാൻ തന്നെ കൈ അടിക്കട്ടെ ഞാൻ സെക്കൻഡ് ആയിരുന്നു കസേര കസേരകളി സെക്കൻഡ് ഇല്ല ശ്രീകുട്ടുണ്ട് ശ്രീകുട്ടിന് ബിസ്ക്കറ്റ് അടി മത്സരത്തിന് ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ഉണ്ട് ഞാനുണ്ട് രണ്ട് കളിക്കുണ്ട് അല്ല കമന്റ് ബോക്സിൽ പറയട്ടെ ആരാ ജയിച്ചത് ഈ മത്സരങ്ങൾ ഈ എത്ര മത്സരങ്ങളിൽ ഓവറോൾ ആരാ ജയിച്ചത് കമന്റ് ബോക്സിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഞാനൊരു കാര്യം ഇത് മത്സരമാണെങ്കിലും ന്യായമായ അച്ഛന് ഞാനിവിടെ ബിസ്ക്കറ്റ് കടി കളിച്ചു എനിക്ക് കിട്ടിയോ കിട്ടി കസേര കളിക്ക് സെക്കൻഡ് കിട്ടിയോ പിന്നാണെങ്കിൽ ഇത് ഇങ്ങനെ ബിസ്ക്കറ്റ് ഇവിടെ വെച്ചോണ്ട് കടിച്ചത് അതിനൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മള് രണ്ടാമത് വെച്ചത് അപ്പൊ നമ്മള് പിന്നെ കള്ളം കാണിച്ചിട്ട് ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത ആരെയാണോ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അത് വോട്ട് ചെയ്താൽ മതി കേട്ടോ ഓവറോൾ ഇന്ന പത്തിരിന്ന് ഇവിടെ വരെ രണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ മാത്രം രംഗുവിന് ഒരു സമ്മാനം എന്തതിന് അത് രണ്ടുപേരല്ലേ ഉള്ളായിരുന്നു ലാസ്റ്റ് വന്നതിന് ഞാൻ അതിന് അപ്പൊ സെക്കൻഡ് അപ്പം